ദേവയാനിക്ക് എല്ലാ സത്യങ്ങളും മനസ്സിലാവുന്നുണ്ട്. എന്നാലും അത് മറ്റൊരാളുടെ വായിൽ നിന്ന് കേൾക്കാനായിട്ട് ദേവയാനി ശ്രമിക്കുകയാണ്. അങ്ങനെയാണ് ദേവയാനി ഒരു പേപ്പറിൽ എഴുതുന്നുണ്ട്, എനിക്ക് ലിവർ തന്ന പെൺകുട്ടി എന്റെ മരുമകൾ തന്നെയാണ്. അടുത്ത പേപ്പർ കഷ്ണത്തിൽ എഴുതുന്നത്, എനിക്ക് ലിവർ തന്ന പെൺകുട്ടി എന്റെ മരുമകളല്ല. ഇതുമാത്രം പോരാ, ഒന്നും കൂടെ ഉറപ്പാക്കണം. അങ്ങനെ അടുത്ത പേപ്പറിൽ എഴുതുന്നുണ്ട്, എന്റെ മരുമകൾക്ക് എന്നോട് ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹ, അതുകൊണ്ടാ എനിക്ക് ലിവർ തന്നേയെന്ന്. നാലാമത്തെ പേപ്പർ കഷ്ണത്തില് അതിന് വിപരീതമായിട്ടും എഴുതുവാണ്. അങ്ങനെ 4 തുണ്ടും മടക്കി ഒരു ബോട്ടിലിട്ട് അത് നേരെ കൊണ്ടുവയ്ക്കുന്നത് ദൈവത്തിന്റെ അടുത്തായിരിക്കും. ദൈവമേ, ഇനി നിങ്ങൾ തന്നെ എനിക്ക് കാണിച്ചതാ ഇതിന്റെ സത്യം. എല്ലാ സത്യവും എനിക്ക് മനസ്സിലായ പോലെ തന്നെയാ, എന്നാലും നിങ്ങൾ കൂടെ പറയണം എന്നും പറഞ്ഞ് അതിൽ നിന്ന് ഒരു ചീട്ട് എടുക്കുകയാണ്. അതെടുത്ത് വായിക്കുമ്പോൾ ദേവയാനിയുടെ കണ്ണ് നിറയുന്നുണ്ട്. എന്നോടുള്ള ആത്മാർത്ഥ സ്നേഹം കൊണ്ട് എൻ്റെ മരുമകൾ എനിക്ക് ലിവർ തന്നു എന്നായിരിക്കും അതിൽ എഴുതിയിരിക്കുക. അത് വായിച്ച് ദേവയാനി പൊട്ടിക്കരയുന്നുണ്ട്. ഇതിനെക്കുറിച്ചുള്ള എല്ലാ സത്യങ്ങളും എനിക്കറിഞ്ഞേ പറ്റൂ എന്ന് ദേവയാനി തീരുമാനിക്കുന്നു. അങ്ങനെ ദേവയാനി പോകുന്നത് അമ്പലത്തിലോട്ടായിരിക്കും. ദൈവത്തിനോട് പോയി പ്രാർത്ഥിക്കുന്നുണ്ട്. എൻ്റെ മരുമകൾ തന്നെയാ എനിക്ക് ലിവർ തന്നേയെന്ന് എനിക്ക് ഉറപ്പായി, എന്നാലും അതെനിക്ക് ഉറപ്പിക്കണം എന്ന് ദേവയാനി ദൈവത്തിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുന്നു. ആ സമയത്തായിരിക്കും അമ്പലത്തിലെ തിരുമേനി വന്ന് ചോദിക്കുന്നത്, അല്ല, എന്താ മുഖത്തൊരു വിഷമം? വീട്ടില് വല്ല പ്രശ്നമുണ്ടോ? പ്രശ്നങ്ങളെല്ലാം എൻ്റെ അടുത്ത് പറയാറുണ്ട്. ചില കാര്യങ്ങളൊക്കെ മൂർത്തി സാറ് വരുമ്പോൾ എൻ്റെ അടുത്ത് പറയും. അല്ല തിരുമേനി, അച്ഛനും അമ്മയും ഇവിടെ വന്നിട്ട് എന്തൊക്കെയോ വഴിപാട് കഴിക്കുന്ന കാര്യം കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ തിരുമേനി പറഞ്ഞിരുന്നല്ലോ. ആ, കഴിക്കാറുണ്ട്. ഇപ്പോഴും എല്ലാ മാസവും അതുപോലെ മൃത്യുഞ്ജയ ഹോമമൊക്കെ കഴിക്കാറുണ്ടോ? ഇടയ്ക്കിടയ്ക്ക് മൃത്യുഞ്ജയ ഹോമം കഴിക്കുന്നത് വിപരീത ഫലേ തരൂ. മൃത്യുഞ്ജയ പൂജകളൊക്കെ കഴിക്കാറുണ്ട്. അത് നിങ്ങളുടെ 2 പേരുടെയും നാളിന് കഴിക്കാറുണ്ട്. നയനയുടെ നാളിനും കഴിക്കാറുണ്ടോ? ആ, 2 പേരുടെയും എല്ലാ മാസത്തെയും പക്കനാളിൻ്റെ അന്ന് ആ വഴിപാട് കഴിക്കാനായിട്ട് മൂർത്തി സാറ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. മുഖത്തുള്ള സങ്കടം വീട്ടിലെ പ്രശ്നങ്ങൾ കാരണമായിരിക്കും. എന്തായാലും അതൊക്കെ എത്രയും വേഗം മാറും. അതൊന്നും ഓർത്ത് ഇങ്ങനെ വിഷമിക്കണ്ട. ഇതും പറഞ്ഞുകൊണ്ട് തിരുമേനി അവിടെ നിന്ന് പോകുന്നു. പിന്നീടായിട്ട് ദേവിയാനി പോരാ നേരത്തെ കാണുന്നത് നയനയെയും കനകയെയും ആയിരിക്കും. 2 പേരും ഓട്ടോയിൽ വന്ന് ഇറങ്ങുകയാണ്. നയനയും കനകയും ദേവയാനിയെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ദേവയാനിയും പറയുന്നുണ്ട്, ഞാനിപ്പോ വിചാരിച്ച ആള് തന്നെയാ എന്റെ മുൻപിൽ വന്ന് നിൽക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ദേവയാനി നിൽക്കുന്നു. അതുപോലെ തന്നെ കനകയോട് നയന പറയുന്നുണ്ട്, അമ്മയുടെ കാര്യം ഇപ്പൊ പറഞ്ഞല്ലേ ഉള്ളൂ, അപ്പൊ ഇതാ അമ്മ മുൻപിൽ വന്ന് നിൽക്കുന്നു. എപ്പോഴും അമ്മയെ ഞാൻ കാണണമെന്ന് ആഗ്രഹിക്കുമ്പോൾ ഇതുപോലെ ഇവിടെ വെച്ച് കാണാറുണ്ട് എന്നൊക്കെ നയന പറയാണ്. അങ്ങനെ 2 പേരും നടന്നു വരുന്നുണ്ട്. ദേവയാനി ഒന്നും മിണ്ടാതങ്ങ് നടന്നു പോകുമ്പോൾ അമ്മയെന്ന് വിളിക്കുന്നുണ്ട്. അമ്മ ഇങ്ങനെ മിണ്ടാതെ പോകുമ്പോൾ മറ്റുള്ളവരൊക്കെ എന്താ ചിന്തിക്കുക അമ്മേ? അതിനിവിടെ ആരാ ഉള്ളത്? അല്ല ദേവയാനി ചേച്ചി, മോളിപ്പോ ദേവയാനി ചേച്ചിയുടെ കാര്യം ഇങ്ങനെ പറഞ്ഞേ ഉള്ളൂ, അപ്പൊ തന്നെ കാണാൻ പറ്റിയല്ലോ, അതാ മോളെ അങ്ങനെ പറഞ്ഞത്. ഞാനതിന് നിങ്ങളെ കാണണമെന്ന് ആഗ്രഹിച്ചിട്ടില്ലല്ലോ, എന്നാലും നിങ്ങളെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ കാണുന്നുണ്ടല്ലോ. ഇതും പറഞ്ഞുകൊണ്ട് ദേവയാനി അവിടെ നിന്ന് പോകുന്നുണ്ട്. നയനയ്ക്കാണെങ്കിൽ വല്ലാണ്ടങ്ങ് സങ്കടാവുക. അങ്ങനെ തിരിഞ്ഞൊന്ന് നോക്കുന്നുണ്ട് ദേവയാനി. നയനയാണെന്ന് ഉറപ്പ് വരുത്താനായിട്ടുള്ള പോക്കായിരിക്കും ദേവയാനിയുടേത്. അങ്ങനെ നേരെ പോകുന്നത് ഹോസ്പിറ്റലിലോട്ടായിരിക്കും. ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞ് അവിടെ അറിയുന്ന ഒരു നേഴ്സ് ഉണ്ടായിരിക്കും. ആ നേഴ്സിന്റെ അടുത്ത് സംസാരിക്കുന്നുണ്ട്. സുരഭി, ഞാനാ നിനക്കിവിടെ ജോലി വാങ്ങി തന്നത്. നിന്റെ പ്രാരാബ്ധങ്ങളും എല്ലാം എനിക്കറിയാം. അതുകൊണ്ട് തന്നെയാ നിനക്ക് ഞാൻ കുറച്ച് പൈസയായിട്ട് വന്നിരിക്കുന്നത്. നീ എനിക്ക് ഒരു ഉപകാരം ചെയ്തു തരണം. പറ്റില്ലെന്ന് മാത്രം നീ എൻ്റെ അടുത്ത് പറയരുത് എന്ന് സുരഭിയുടെ അടുത്ത് പറയാണ്. എനിക്ക് ലിവർ തന്ന പെൺകുട്ടി അതാരാണെന്ന് നീ എനിക്ക് പറഞ്ഞു തരണം. ഇതില് 50,000 രൂപയുണ്ട്. ബാക്കി ഞാൻ നിനക്ക് അയച്ചു തരാം. നീ ഇത് വാങ്ങിക്ക്. മാഡം, ഞാനെങ്ങനെയാ പറയാ, മാനേജ്മെന്റിന്റെ തീരുമാനം. അത് ഞാനായിട്ട് പറഞ്ഞാൽ ശരിയാവില്ല. ഡോക്ടർ വരെ അത് പറയുന്നില്ലല്ലോ, പിന്നെ എങ്ങനെയാ മാഡം ഞാൻ പറയാ? നീ അതൊന്നും നോക്കണ്ട, എനിക്ക് വേണ്ടിയിട്ട് ഈ ഉപകാരം നീ ചെയ്തു തരണം എന്ന് ദേവിയാനി വീണ്ടും പറയാണ്. എന്നാ നേഴ്സ് ഒട്ടും സമ്മതിക്കുന്നില്ല. മാഡം, ഞാൻ പറയുന്നത് കേൾക്ക്. മാഡത്തിനോട് ഇതിപ്പോൾ പറയാൻ എനിക്ക് പറ്റില്ല മാഡം എന്നും പറഞ്ഞ് സുരഭി തിരിഞ്ഞു നടക്കുകയാണ്. അപ്പോഴായിരിക്കും ദേവിയാനി കരഞ്ഞുകൊണ്ട് ചോദിക്കുന്നത്, എനിക്ക് ലിവർ തന്നതും ബ്ലഡ് തന്നതും എൻ്റെ മരുമകൾ നയനയാണ് അല്ലേ എന്ന് പറയുമ്പോൾ നേഴ്സ് തിരിഞ്ഞു നിൽക്കുന്നുണ്ട്. പറ സുരഭി, അല്ലേ എൻ്റെ മരുമകളല്ലേ എൻ്റെ ജീവൻ രക്ഷിച്ചേ എന്ന് വീണ്ടും ദേവിയാനി ചോദിക്കുകയാണ്. അത് ശരിയാണെന്ന് നിന്റെ മുഖം നോക്കിയാൽ തന്നെ എനിക്ക് മനസ്സിലാവും. അപ്പോ അവളാണല്ലേ എനിക്ക് ലിവർ തന്നത്? മാഡം, ഇത്ര അറിഞ്ഞ സ്ഥിതിക്ക് ഇനി അത് മറച്ചു വെച്ചിട്ട് കാര്യമില്ല. മാഡത്തിന് ലിവർ തന്ന ആ നല്ല പെൺകുട്ടി അത് മാഡത്തിന്റെ മരുമകൾ തന്നെയാ.
ഇത് കേട്ടാണെങ്കിൽ ദേവയാനി ആകെ കൂടെ പൊട്ടിക്കരയുമായിരിക്കും. അപ്പോ അവളാണ് എനിക്ക് ലിവർ തന്നത്. നീ ഈ പണം വാങ്ങിക്ക്. വേണ്ട മേഡം, എനിക്ക് ഈ പൈസ വേണ്ട. അല്ല, നീ ഇത് വാങ്ങിക്കണം. നീ എൻ്റെ അടുത്ത് സത്യങ്ങളൊന്നും പറഞ്ഞില്ലെങ്കിലും ഈ തുക നിനക്കുള്ളതാ. ഞാൻ പറഞ്ഞ പോലെ ബാക്കി പൈസയും ഞാൻ നിനക്ക് അയച്ചു തരാം. പക്ഷേ എനിക്കൊരു ഉപകാരം നീ ചെയ്തു തരണം. ഇത് ഞാൻ അറിഞ്ഞു എന്ന് വേറെ ആരോടും പറയരുത്. ആദർശനോടോ ജയേട്ടനോടോ ഒന്നും നീ പറയരുത് എന്ന് പറഞ്ഞ് ആ പണം കയ്യിൽ വെച്ച് കൊടുക്കാണ്. ഇതെങ്കിലും നീ എനിക്ക് വേണ്ടി ചെയ്തു തരണം. അപ്പോൾ അവളുടെ മുൻപിൽ ഞാൻ തോറ്റുപോയി അല്ലേ? ഇനി ഞാൻ എന്നും അവൾക്കൊരുപടി താഴെ തന്നെയായിരിക്കും. ദേവയാനി അങ്ങനെ മനസ്സ് ചിന്തിക്കുന്നുണ്ട്. എന്തായാലും അമ്പലത്തിലോട്ട് പോകണം. അവിടെ പോയിട്ട് എല്ലാറ്റിനും മാപ്പ് പറയണം. മോളോട് ചെയ്ത എല്ലാ കാര്യത്തിനും എനിക്ക് ഏത്തവിട്ട് മാപ്പ് പറയണം എന്നൊക്കെ ദേവയാനി ഇങ്ങനെ ചിന്തിക്കുക. നേരെ പോകുന്നത് അമ്പലത്തിലോട്ട് തന്നെയായിരിക്കും. അമ്പലത്തിൽ പോയി ദൈവത്തിനോട് മനസ്സുരുക്കി പ്രാർത്ഥിക്കുന്നു. തിരുമേനി വന്ന് ചോദിക്കുന്നുണ്ട്, ദേവയാനി വീണ്ടും വന്നോ? ആ തിരുമേനി, എനിക്ക് ഒന്നുകൂടെ ദൈവത്തിനെ കണ്ട് പ്രാർത്ഥിക്കണമെന്ന് തോന്നി, അതുകൊണ്ട് വന്നതാ. നടയടയ്ക്കാറായി. തിരുമേനി, ഞാൻ പോയ ഉടനെ തന്നെ നായനയും അവളുടെ അമ്മയും വന്നിരുന്നില്ലേ? ആ, വന്നിരുന്നു. ദേവയാനിയാണെങ്കിൽ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, അവൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും വഴിപാടൊക്കെ കഴിക്കായിരുന്നു. എന്നാ കഴിച്ചു കഴിഞ്ഞാൽ അത് എല്ലാവരും അറിയും. അതുകൊണ്ട് ഇപ്പൊ കഴിക്കാതിരിക്കുന്നതാ നല്ലത്. അല്ല, അവള് വഴിപാടൊക്കെ കഴിച്ചിരുന്നോ? ആ, വഴിപാട് കഴിച്ചിരുന്നു. അല്ല, എന്ത് വഴിപാടാ കഴിച്ചേ? കുങ്കുമാർച്ചനയാ കഴിച്ചേ. അതും ദേവയാനിയുടെ പേരിലാ കഴിച്ചത്. ആ കുട്ടിയും ആ കുട്ടിയുടെ അമ്മയും വന്നു കഴിഞ്ഞാൽ ആദ്യം വഴിപാട് കഴിക്കുന്നത് ദേവയാനിയുടെ പേരിലാ. ഇതൊക്കെ കേട്ട് സങ്കടത്തിലായിരിക്കും ദേവയാനി. വന്നിട്ട് പെട്ടെന്ന് തന്നെ പോയോ? ഇല്ല, കുറേ നേരം ഇവിടെ ഇരുന്നു. ആ മോൾക്ക് എന്തൊക്കെയോ സങ്കടങ്ങളുണ്ട് മനസ്സിൽ. കുറേ നേരം ഇരുന്നിട്ടാ ആ കുട്ടി പോയത്. നല്ല കുട്ടിയാ നയന. അന്ന് പുരോഹിതൻ ജാതകം നോക്കി പറഞ്ഞിരുന്നു, ആ കുട്ടി നിങ്ങളുടെ വീടിന്റെ കെടാവിളക്കാണെന്ന്. ദൈവത്തിന്റെ അടുത്ത് പ്രാർത്ഥിച്ചോളൂ, വിളിച്ചാ വിളിപ്പുറത്താ, എന്ത് പ്രാർത്ഥിച്ചാലും നടക്കും എന്നും പറഞ്ഞ് തിരുമേനി അവിടെ നിന്ന് പോകുന്നുണ്ട്. ദേവയാനി ഇതൊക്കെ കേട്ട് വല്ലാതായിരിക്കുകയായിരിക്കും. പിന്നീട് കാണിക്കുന്നത് ആദർശിനെയും ജയനെയും ആയിരിക്കും. ജയനാണെങ്കിൽ ആദർശിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, അമ്മയാണെങ്കിൽ ആ കുട്ടിയെ കണ്ടെത്തിയേ പറ്റൂ എന്ന് കരുതിയിട്ടാ നടക്കുന്നത്. ചിലപ്പോ ആ കുട്ടിയെ കണ്ടുപിടിക്കും. നയനയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാ നടക്കാൻ പോകുന്നതെന്ന് അറിയില്ല. ജയ, ഇനി ദേവയാനി ഇത് അറിയുകയാണെങ്കിലും എന്താ കുഴപ്പം? എത്ര നാളെന്ന് കരുതിയിട്ടാ ഇങ്ങനെ മറച്ചു വെക്കുക മുത്തശ്ശിയും പറയുന്നുണ്ട്. അപ്പോഴായിരിക്കും ദേവയാനി കാറിറങ്ങി വരുന്നത്. ദേവയാനി, നീ എങ്ങോട്ടായി പോയിരുന്നത്? ഞാൻ അമ്പലത്തിലോട്ടാ. ആദർശിനിപ്പോൾ ഉറക്കമില്ലല്ലോ, അപ്പോ അവന് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് പോയതാ. ആദർശിന് ഉറക്കം വരണമെങ്കിൽ അവന്റെ ഭാര്യ നയന ഇങ്ങോട്ട് വരണം, എന്നാലേ അവന് ഉറക്കം വരൂ. അവനിപ്പോ ഓഫീസ് കാര്യത്തിലൊക്കെ പിന്നിലോട്ടാ. നയനയെ തിരിച്ചിങ്ങോട്ട് കൊണ്ടുവന്നാലേ അതിനൊക്കെ പരിഹാരമാവൂ. അവളെ ആദർശിന് പോയി കൊണ്ടുവരാലോ. നീ പോയിട്ട് അവളെ വിളിച്ചോണ്ട് വന്നോ. ആദർശിന് മാത്രമേ നയന ഇങ്ങോട്ട് വരണമെന്നുള്ളൂ. ജയേട്ടനും അമ്മയ്ക്കൊന്നും അവളെ ഇങ്ങോട്ട് വരണമെന്ന് ആഗ്രഹമില്ലേ? ഞങ്ങൾക്കൊക്കെ ആഗ്രഹമുണ്ട്. അപ്പോ ഞാൻ മാത്രാണ് അതൊന്നും ആഗ്രഹിക്കാതെ ഒന്നും അറിയാതെ നടക്കുന്നത് അല്ലേ? മോളെ മനസ്സിലാക്കിയാല് നീയും അങ്ങനെ തന്നെയാ ചിന്തിക്കൂ.